Hey guys, welcome back to my YouTube channel Dave's Dream World. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് സ്കിൻ കെയർ കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. ഞാൻ മുമ്പ് എൻ്റെ ഷോർട്സിലെല്ലാം നമ്മൾ എന്തിനാണ് ടോണർ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, സെറം എങ്ങനെ ചൂസ് ചെയ്യാം, നമ്മുടെ ഓരോ സ്കിൻ ടൈപ്പിന് ബേസ് ചെയ്ത് നമുക്ക് സെറം എങ്ങനെ ചൂസ് ചെയ്യാം, അങ്ങനെ ഒരു 3-4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്, ഈ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിൻ കെയറിൽ ബേസിക് ആയിട്ട് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫേസ് വാഷ്, അത് കഴിഞ്ഞിട്ട് ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇങ്ങനെ ബേസിക് 5 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ പോവേണ്ടത്. അല്ലാണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും വേറെ അഡീഷണലി നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കൺസേൺ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും ഉണ്ട്. നോർമലി നമുക്ക് ഈ ഒരു 5 പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ പോവേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 5 സാധനങ്ങൾ എന്തിനൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു മൈൽഡ് ക്ലെൻസറോ ഒരു ഫേസ് വാഷോ വെച്ചിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാനും എൻ്റെ ഒരു +2 ടൈം വരെയും സോപ്പ് ഉപയോഗിച്ചാണ് നമ്മുടെ ഫേസ് കഴുകുമായിരുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ ഡിഗ്രി ഒക്കെ ആയപ്പോൾ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ഒരിക്കലും നമ്മുടെ ഫേസ് എന്ത് ചെയ്യാൻ പാടില്ല, കഴുകാൻ പാടില്ല. കാരണം അത് നമ്മുടെ ഫേസിനകത്തുള്ള ഓയിലിനെയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് കുറച്ചുകൂടി നേരത്തെ ആക്കാനും ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട്. കാരണം നമ്മുടെ ബോഡിയിൽ നമുക്ക് സോപ്പ് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ബട്ട് ഫേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഫേസ് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. അതിന് നമ്മുടെ ഫേസ് വാഷ് ഒരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ള ഫേസ് വാഷുകൾ ഇപ്പോൾ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ ടു ഡ്രൈ സ്കിൻ, അങ്ങനെ എന്ത് സ്കിൻ ടൈപ്പ് ആണോ നമ്മുടെ അതിനനുസരിച്ചുള്ള ഫേസ് വാഷ് നമുക്ക് നമ്മുടെ മാർക്കറ്റുകളിൽ ഓൺലൈനായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് പ്രശ്നം, നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ കണക്കാക്കിയിട്ടുള്ള ഫേസ് വാഷുകൾ വാങ്ങുക. നമുക്ക് ഈ ഒരു ഫേസ് വാഷാണ് ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പിൽ വരുന്നത്. നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഇട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെയല്ല, നന്നായിട്ടൊന്ന് എല്ലാ സൈഡുകളും ഒന്ന് റബ്ബ് ചെയ്ത് എന്ന് വെച്ച് വലിച്ചിങ്ങനെ വാരിയല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അറിയാലോ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മുടെ ഫേസ് എന്ത് ചെയ്യുക, ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് ടോണർ. ടോണറിനെ കുറിച്ച് ഞാനൊന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഷോർട്സ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഷോർട്സ് കൂടി ഒന്ന് എടുത്ത് കാണണം കേട്ടോ. നമ്മൾ ഈ ടോണർ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിനെ കുറച്ചൊന്ന് ഹൈഡ്രേറ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം ടോണർ യൂസ് ചെയ്യാൻ. അല്ലാതെ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഇനി പെട്ടെന്ന് ടോണർ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഓരോ സാധനങ്ങൾ യൂസ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ടൈം കൊടുക്കണം നമ്മുടെ ഫേസിന് ഇതെല്ലാം അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം കൊടുത്ത് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ ആദ്യം ഫേസ് വാഷ് യൂസ് ചെയ്തു, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ടോണർ ഞാൻ എൻ്റെ ആ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ കോട്ടൺ പാഡിലൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഫേസിൽ വെച്ചിട്ട് ഇങ്ങനെ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ഫേസിൽ ടോണർ. ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും നമുക്ക് നമ്മുടെ സ്കിൻ കൺസേൺ നോക്കി മാത്രമേ നമ്മൾ ഏതൊരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു സാധനം വാങ്ങിച്ചാലും നമ്മളെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ളത് മാത്രമേ വാങ്ങൂ. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഈ ഓയിലി സ്കിന്നുകാരൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഈ ഒരു ഈ ആക്നെയൊക്കെ വീണ്ടും കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിൻ കൺസേണിനനുസരിച്ചുള്ള ഒരു ടോണർ യൂസ് ചെയ്യണം. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പാണ് സെറം. ഈ ഒരു സെറം നമുക്കൊരു 20 വയസ്സൊക്കെ തൊട്ട് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അല്ലാണ്ട് എയർലി നമ്മൾ നേരത്തെ തന്നെ ഈ സെറം യൂസ് ചെയ്യണമെന്നില്ല. ഒരു 20 തൊട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോണർ യൂസ് ചെയ്ത് ഈ ഒരു സെറം നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. സെറത്തിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഷോർട്സ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ
സാലിസിലിക് ആസിഡ് ഉള്ളത്, നിയാസിനമൈഡ് ഉള്ളത്, അങ്ങനെ ഓരോ സെറത്തിനും ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ഒരു ഷോർട്സ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ടൊരു സെറം ചൂസ് ചെയ്യുക. സെറം നമുക്ക് രാവിലെയും അപ്ലൈ ചെയ്യാം, രാത്രിയും അപ്ലൈ ചെയ്യാം. സെറം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കയ്യിലെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ ഫേസിലിടാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഫുള്ള് നമ്മുടെ കൈ അബ്സോർബ് ചെയ്യും. നമ്മൾ സെറം എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഫില്ലർ കാണുമല്ലോ, ആ ഫില്ലർ വെച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല, കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഡ്രോപ്പ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് വാരി വലിച്ചങ്ങ് തേക്കരുത്. ജസ്റ്റ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സെറം യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. നേരത്തെ പറഞ്ഞാൽ ടോണർ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറം യൂസ് ചെയ്ത് അടുത്തതാണ് നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഈ ഒരു മോയ്സ്ചറൈസറിനെ പറ്റി ഏതാണ് നല്ല മോയ്സ്ചറൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് നല്ല മോയ്സ്ചറൈസേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ പറഞ്ഞിട്ട് ഞാനൊരെണ്ണം എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മോയ്സ്ചറൈസർ എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മുടെ ഫേസിലുള്ള വാട്ടർ കണ്ടന്റിനെ അത് അങ്ങനെ തന്നെ നമ്മുടെ ഫേസിൽ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ സ്കിൻ കെയർ ചെയ്താലും, ഇപ്പം നമ്മൾ ഒരു ഫേസ് പാക്ക് ഇട്ടാലും, ഒരു എന്ത് ചെയ്താലും, ഒരു ടാൻ റിമൂവൽ പാക്ക്, അങ്ങനെ എന്ത് നമ്മുടെ ഫേസിൽ ഇട്ടാലും അവസാനം ഇതെല്ലാം കഴുകിക്കളഞ്ഞ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിൻ കെയറിന് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മോയ്സ്ചറൈസർ. അങ്ങനെ നമ്മൾ നമ്മുടെ 4th സ്റ്റെപ്പായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 5th സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ പോലെ ഈ അങ്ങനെ ഒന്നും നല്ല ഈ ഒരു 5 സാധനങ്ങൾ നമ്മുടെ സ്കിൻ കെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സൺസ്ക്രീൻ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ മെയിനായിട്ട് ഉപയോഗിക്കണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സൺസ്ക്രീനില്ലാതെ നമുക്ക് വെളിയിറങ്ങാൻ പറ്റില്ല. കാരണം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ബാസന്തിയെ കണക്കിരിക്കും. അപ്പം നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക, സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുക. റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റിക്ക് മോഡലൊക്കെ നമ്മുടെ സൺസ്ക്രീൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് സ്കിൻ കെയറിന് വേണ്ടി കറക്റ്റ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ റീഅപ്ലിക്കേഷൻ സ്റ്റിക്കൊക്കെ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ബാഗിൽ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റീഅപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ മേടിച്ച് ഉപയോഗിക്കാം. സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിനെ UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്നാലും ടാൻ അടിക്കില്ല എന്നല്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റെ നമുക്ക് കിട്ടുന്നതിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറയും. അങ്ങനെ നല്ലൊരു സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ ഈ ഒരു 5 സ്റ്റെപ്പുകളാണ് മെയിനായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റ് ഓർഡർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും വന്ന് പിന്നെ റിപ്പീറ്റേഷൻ ചെയ്യാത്തത് അതൊക്കെ. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, നന്നായി ഇപ്പോൾ ഇതൊന്നും അറിയാത്ത ആരും കാണത്തില്ലല്ലോ. നിങ്ങൾക്ക് പേഴ്സണലി അറിയായിരിക്കും നിങ്ങൾക്ക് ഇന്ന പ്രോഡക്റ്റ് ആയിരിക്കും നല്ലത്, ഇതാണ് ബെറ്റർ, അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ ആ റേഞ്ചിൽ വരുന്നൊരു സ്കിൻ ടൈപ്പ് എൻ്റെത്. എനിക്ക് ഈ കുരുക്കൾ പ്രശ്നം ഒന്നുമില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുക. അതുകൊണ്ടാണ് ഞാൻ പിന്നീട്ട് എൻ്റെ പ്രോഡക്റ്റ്സ്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനെ റിവ്യൂ ആയിട്ട് പറയാത്തത്. ഇനി ഈ ചേച്ചി പറഞ്ഞത് കണ്ടു മേടിച്ചു, പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു, അത് എന്തിനാണ്? അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് നമ്മുടെ ഫേസ് വാഷ്, ടോണർ, പിന്നെ സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ ഒരു 5 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മളൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാൻ. ഇത് മാത്രമല്ല, നല്ലൊരു ഹെൽത്തി ഡയറ്റ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കഴിക്കുക, വെള്ളം നല്ലോണം കുടിക്കണം. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്താൽ നമുക്കൊരു നല്ലൊരു ഗ്ലോയിങ് സ്കിൻ, ഒരു ഫേസ് നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് അല്ലാണ്ട് വീട്ടിൽ ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.